Hello, good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Yes, good morning once again. ഒരുവിധമൊക്കെ എക്സാംസ് ഒക്കെ തീർന്നല്ലോ. പിന്നെ എന്ത് കുട്ടികൾ വളരെ കുറവാണല്ലോ ഇപ്പോഴും PG-യില് അല്ലേ? മാം റിസൾട്ട് വന്നു മാം. റിസൾട്ട് വന്നു. ആരുടെയാ? 6th-ന്റെ 7th-ന്റെ വന്നു. ഓക്കെ. എങ്ങനെയുണ്ട് റിസൾട്ട് ഒക്കെ? നന്നായിട്ട് അല്ലേ? നല്ല റിസൾട്ട് ആണോ? അതെ മാം. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ് ഓൾ ഓഫ് യു. ഒരു കാര്യം നമ്മളിപ്പോ എന്താ പറയാ ഇച്ചിരിയൊക്കെ എഫേർട്ട് എടുത്ത് പഠിച്ചാൽ അതിന്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ടാവുമല്ലേ? അപ്പൊ എന്തായാലും നമ്മളുടെ കരിയറിന്റെ എന്താ പറയാ ഒരു കോഴ്സും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റി. നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയെന്ന് കൂടി വിചാരിക്കാം നമ്മൾ. ഓക്കെ, ഇതെന്തും നമ്മള് പഠിച്ചിരിക്കണം. ഏത് വയറ്റിലെ ആയാലും എന്താ പറയാ പറ്റുന്ന നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും തട്ടിക്കളയാതെ നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാം എന്താ പറയാ ഞാൻ പറയുന്നില്ലേ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മള് ഇപ്പൊ ഒരു ജോലി കിട്ടിയാൽ മാത്രമേ അങ്ങനെയുള്ള കോഴ്സ് മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ജോലി നിർബന്ധമാണ്. നമുക്ക് എന്തായാലും ഒരു ജോലി എന്താ പറയാ എല്ലാവർക്കും ഒരു ജോലി ഉണ്ടാകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എന്താ പറയാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഇൻകം നമ്മൾ ബോത്ത് ഓഫ് ദ ഫാമിലിയിലെ രണ്ടുപേരും ഈക്വലി അതിന് വേണ്ടിയിട്ട് എന്താ പറയാ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ശ്രമിച്ച് അത് വാങ്ങിക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. കാരണം അവർക്കറിയാം ഫ്യൂച്ചറിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം കുട്ടികളൊക്കെ ഇപ്പൊക്കെ 10, 12 ക്ലാസ് വരെയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ച് എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആക്കുക. അവർക്ക് നല്ലൊരു എന്താ പറയാ കരിയർ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. കാരണം നമ്മള് ആയതുപോലെ കുട്ടികളാവാൻ പാടില്ല എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ചിന്ത. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോ തീർച്ചയായിട്ടും നമ്മളത് ഉപയോഗപ്പെടുത്തണം അല്ലെ? ആഫ്റ്റർ ഓൾ ഇതൊക്കെ നമ്മൾ പഠിച്ച് ഏത് മേഖലയിലും എവിടെയെങ്കിലും ഒക്കെ 4 ആൾ കൂടുമ്പോ എന്തെങ്കിലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ ആ കാര്യത്തെ കുറിച്ച് എനിക്കും നോളജ് ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കാനും ഇത് നമ്മളുടെ തന്നെ നമ്മളുടെ നോളജ് വർദ്ധിപ്പിക്കാൻ അല്ലെ, അതിനും കൂടി വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ചില കോഴ്സുകളൊക്കെ. വളരെ ഡ്യൂറേഷൻ കുറവാണ്. പക്ഷെ ആ ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെ, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളതിൽ നിങ്ങൾ എല്ലാവരും അഭിമാനിക്കാം നിങ്ങൾക്കൊക്കെ അല്ലെ? അതുപോലെ തന്നെ ഇനി അത് വെച്ചിട്ടും അതിന്റെ ഒപ്പം നമ്മളിപ്പോ PG ചെയ്യുന്നുണ്ട്. അതിന്റെയും കൂടിയൊക്കെ റിസൾട്ട് ഒക്കെ നോക്കി അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അതായത് ഒരു എന്താ പറയാ ഹോസ്പിറ്റൽസിലൊക്കെ നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ നമ്മുടെ കോൺവെക്കേഷൻ ഒരു ഗ്രാജുവേഷൻ സെറമണി ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ ഇവിടെ വന്നപ്പോ അവരവരുടെ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോ ഒരുപാട് പേർക്ക് ജോലിക്ക് അവരെ വിളിക്കുന്നുണ്ട്. എന്താ പറയാ പിന്നെ കുറെ പേര് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. ചില ആളുകൾ ഹോസ്പിറ്റൽസിൽ ഇതിന്റെ ഇന്റേൺഷിപ്പിന് വേണ്ടി ചോദിച്ചു, അങ്ങനെ ജോയിൻ ചെയ്തവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരങ്ങനെ നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. സോ നമുക്കും അതുപോലെ തന്നെ കിട്ടണം. നിങ്ങളും അതുപോലെ തന്നെ ശ്രമിക്കണം. അപ്പൊ നിങ്ങളുടെ എഫേർട്ടിന്റെ റിസൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. സോ അതില് വൺസ് അഗൈൻ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ കേട്ടോ. ഫ്യൂച്ചറിനെ നിങ്ങൾക്ക് തന്നെ സെറ്റിലാക്കാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ എഫേർട്ട് എടുത്തത്. കുറച്ച് സമയമൊക്കെ നമ്മൾ 2 മണിക്കൂർ ഒരു ദിവസം ഒത്തിരി എന്താ പറയാ കഷ്ടപ്പാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ജോലി വീട്ടിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. ഒത്തിരി മറ്റ് ടാസ്കുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ഒരു 2 മണിക്കൂർ ഇത് ക്ലാസ്സുകൾ ലൈവായിട്ട് ഇരുന്ന് കാണാനോ അല്ലെങ്കിൽ പിന്നീട് റെക്കോർഡഡ് ക്ലാസ്സുകൾ വാച്ച് ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തി പഠിച്ചിട്ടാണല്ലോ എന്തായാലും പരീക്ഷയ്ക്ക് വരുന്നത്. എന്തായാലും വെറുതെ വന്നിരുന്ന എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അതിന്റെ റിസൾട്ട് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പൊ വൺസ് അഗെയിൻ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് സർട്ടിഫിക്കറ്റ് വെച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലൊക്കെ ഇന്റേൺഷിപ്പിനായിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്ത് നമ്മുടെ കഴിവുകൂടിയാണ്. പ്ലസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് കോഴ്സ് പഠിക്കുമ്പോഴും ആ കോഴ്സിന്റെ മാർക്കുകളും ആ സർട്ടിഫിക്കറ്റുകളുടെ വലിപ്പങ്ങളും അല്ല നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പ്ലസ് നമ്മൾക്ക് നമ്മളുടേതായിട്ട് ഉള്ളിൽ നിന്ന് വരേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് അല്ലെ, ആഡ് ഓൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ
കണ്ടെത്തേണ്ടതാണ് എന്നുള്ളത് കൂടി നമുക്ക് ഓർക്കണം. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് നമ്മളുടെ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം എടുക്കാം. റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ. അപ്പൊ നിങ്ങളും ഇതുപോലെ 6th-കാരാണ് അല്ലെ? അപ്പൊ 6th-കാർക്ക് ഇപ്പൊ അടുത്ത് തന്നെ കോൺവെക്കേഷൻ സെറമണി ഒക്കെ ഉണ്ടാവുമല്ലോ, വരുമ്പോ കാണണം അല്ലെ? വേണ്ടേ? 7th ആണ്. ഞാൻ പറഞ്ഞ ഇപ്പൊ അടുത്ത് തന്നെ 6th-ന്റെ കോൺവെക്കേഷൻ സെറമണിയുടെ കാര്യങ്ങള് എനിക്ക് തോന്നുന്നത് നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടായിരിക്കും. അറിയിച്ചോ? അറിയില്ല മാം. അപ്പൊ ഞങ്ങൾ PG കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന വെച്ചാൽ PG ആയിട്ടല്ലേ കോൺവെക്കേഷൻ ഉണ്ടാവുള്ളൂ. PG ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത് വാങ്ങിക്കാൻ വരുമ്പോഴായിരിക്കാം, മേ ബി. അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ടായിരിക്കാം. അല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കും, അപ്പൊ പറയും. അപ്പൊ നിങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഫീഡ്ബാക്ക് നിങ്ങൾ കാര്യങ്ങൾ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് കഴിഞ്ഞ ദിവസം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഡിസാസ്റ്റർ മാനേജ് ചെയ്യുമ്പോൾ ആ മാനേജ്മെന്റില് എന്താ പറയാ, ആ ഒരു എന്താ പറയാ പ്രത്യേക കമ്മ്യൂണിറ്റിയില് അവിടുത്തെ അതോറിറ്റീസ് ചില എടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്ത് ആ സമയത്തല്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടേണ്ടത്. അതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ പ്രധാനമായിട്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ഫേസുകളായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രീ ഡിസാസ്റ്റർ ഫേസ്, അലേർട്ട് ഫേസ്, ഇമ്പാക്ട് ഫേസ്, പോസ്റ്റ് ഇമ്പാക്ട് ഫേസ്, ദെൻ റീകൺസ്ട്രക്ഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ഫേസ്. ഇങ്ങനെ 5 കാര്യങ്ങളായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനകത്ത് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്താണെന്ന് കണ്ടു അല്ലെ? ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് ഒക്കർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട്. കാരണം അതിനകത്ത് എത്തരത്തിലുള്ള റിസ്ക് എന്താ പറയാ ഡിസാസ്റ്റർ ആണ് സ്ട്രൈക്ക് ചെയ്യുന്നത്, ഒക്കർ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് റിസ്ക് ഫാക്ടേഴ്സും വേരി ചെയ്തുകൊണ്ടിരിക്കും, ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസാസ്റ്റർ ആണെങ്കിൽ അതിന് എത്രത്തോളം നമ്മൾ അതിനകത്ത് എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്നതുപോലെ ആയിരിക്കും മറ്റൊരു ഡിസാസ്റ്ററെ സംബന്ധിച്ച്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല ആ സമയത്ത് അതിന് ആ ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുമെന്ന് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി അതിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് we have to train, authorities have to train the people. അതായത് അവിടെയുള്ള ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, പ്രിപ്പയർഡ് ആയിരിക്കാൻ. ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രെയിനിങ് കൊടുക്കാൻ ആ പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ അതോറിറ്റീസിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ദേ ഹാവ് ടു പ്ലാൻ പ്രോഗ്രാംസ് ടു അവോയ്ഡ് ദ ഡിസാസ്റ്റർ. ഈ ഡിസാസ്റ്ററിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ, പ്രോഗ്രാമുകൾ ആളുകൾക്ക് പറ്റുമെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാം. ആൻഡ് ഓൾസോ they can receive or also have some help from external. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ആവശ്യം വരും. ഒരു ഡിസാസ്റ്റർ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുമ്പോൾ അടുത്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള നെയ്ബർഹുഡിൽ ഉള്ള ആളുകളുമായിട്ട് നമുക്ക് സഹായം വേണ്ടി വരും. വളരെ ദൂരെ നിന്നുള്ള സഹായം സാമ്പത്തികമായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ എന്താ പറയാ ഫ്ലഡിന്റെ സമയത്ത് ഒത്തിരി ഫിനാൻഷ്യലി അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി നാട്ടുകാരെ, ഒത്തിരി രാജ്യത്തിന്റെ പുറത്തും ഒക്കെ ഇഷ്ടംപോലെ സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങളൊക്കെ നല്ല മനസ്സുകൾ കൊടുത്തു. അതുകൂടാതെ അത് മാത്രം പോരല്ലോ അല്ലെ? നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മള് എല്ലാം വൃത്തിയാക്കാൻ, നമ്മുടെ റോഡും വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ നമുക്ക് ഒത്തിരി ടോയിൽ ചെയ്യേണ്ടി വരും, ഒത്തിരി ഹാർഡ് വർക്ക് ഓരോ വീട്ടുകാർക്കും ചെയ്യേണ്ടി വരും, അവരുടെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാനൊക്കെ അല്ലെ? അപ്പൊ അത് ചെയ്യാനായിട്ട് ഈ ദൂരമുള്ളവർക്ക് പറ്റില്ല. സോ അതിന് നമ്മൾ നമ്മുടെ നാട്ടുകാർ തന്നെ ഒത്തൊരുമിച്ച് ശ്രമിക്കണം എന്നുള്ളതാണ് അല്ലെ? പരസ്പരം അടുത്തടുത്തുള്ള വീട്ടുകാരെങ്കിലും പരസ്പരം യോജിച്ച് അതൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മളെ ഒരുപാട് പേര് സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ, അത്തരം പ്രോഗ്രാംസുകൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് നമ്മുടെ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിസ്ക്. അതിനകത്ത് നമ്മൾ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് അസസ് ചെയ്യണം, അതിന്റെ അസസ്മെന്റ് നടത്തി. ആൻഡ് ഓൾസോ ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിസാസ്റ്ററിന്റെ നേച്ചർ എന്താണ്, അതിന്റെ സ്വഭാവം ഏത് രീതിയിലാണ്. സോ ദേ ഹാവ് ടു റെസ്പോണ്ട് പ്രോംപ്റ്റ്ലി ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. അങ്ങനെ ആ റിസ്ക് അസസ് ചെയ്ത് ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാനും എന്താ പറയാ അധികാരികളും അതുപോലെ തന്നെ മറ്റുള്ളവരും ആളുകളും എല്ലാം അത് പെട്ടെന്ന് റെസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്
റിസ്ക് അസസ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇൻ ദാറ്റ് വേ വി ക്യാൻ മിറ്റിഗേറ്റ് ദ ലോസ് വിച്ച് ഈസ് അഫക്റ്റഡ് ബൈ ദിസ് ഡിസാസ്റ്റർ. ഇത്തരം ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന പല നഷ്ടങ്ങളെ ലഘൂകരിക്കാൻ, അല്ലെ, സിംപ്ലിഫൈ ചെയ്യാൻ, മിറ്റിഗേറ്റ് ചെയ്യാൻ അത്തരം അസസ്മെന്റ് കൊണ്ട് സഹായിക്കും എന്നാണ് പറയുക. ആൻഡ് ഓൾസോ നമുക്ക് എന്താ പറയാ, കൂടുതൽ ഡെത്ത്സ് ഒഴിവാക്കാൻ, അല്ലെ, മരണനിരക്കുകൾ കുറയ്ക്കാനും അല്ലെങ്കിൽ കൂടാതിരിക്കാനായിട്ട് ശ്രമിക്കാനും, അതുപോലെ തന്നെ മരണം മാത്രമല്ല, മനുഷ്യന്മാർക്ക് മാത്രമല്ല അവരുടെ ജീവൻ പോകുക, അതല്ലാതെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സസിനെ കൂടി അത് വലിയ തോതിൽ ബാധിക്കും. അപ്പൊ അത്തരം ഇതൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനൊക്കെ ഈ റിസ്ക് അസസ്മെന്റ് കൊണ്ട് സഹായിക്കും. അപ്പൊ അതൊക്കെ റിസ്ക് നേരത്തെ കൂടി അസസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇൻ ദ സെയിം വേ ലോക്കൽ ഹോസ്പിറ്റൽ ഹാസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദിസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമുക്കറിയാം ഈ ഡിസാസ്റ്റർ നമ്മൾ പഠിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റൽസിന് വളരെ വളരെ അധികം എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ആണുള്ളത് ആ ഒരു പ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ. കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ആൾക്കാർ. സോ എന്താ കാരണം, ഒരുപാട് ആളുകളെ ഇൻജുവേർഡ് ആയിട്ടും മറ്റേതെങ്കിലും അസ്വസ്ഥതകൾ കൊണ്ട് ഇത്തരം ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്തവരെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. അപ്പൊ അവരും വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഏത് സമയവും, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മുന്നറിയിപ്പോടുകൂടി പല ഡിസാസ്റ്റേഴ്സും വരാൻ പറ്റില്ല, അല്ലെ, പല ഡിസാസ്റ്റേഴ്സും സഡൻലി ഒക്കെ ചെയ്യുന്നതാണ്. നമ്മൾ എന്താ പറയാ ഫോർസീൻ ചെയ്യാത്ത, നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്ത തരത്തിലുള്ളതും ഉണ്ട്, അല്ലെ. അപ്പൊ അതിനൊക്കെ നമ്മൾ എപ്പോഴും ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ ഹോസ്പിറ്റൽസ് അലേർട്ട് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം സം ട്രെയിനിങ് അല്ലെങ്കിൽ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ കീ സക്സസ്ഫുൾ ഫാക്ടർ വിച്ച് ഡീൽസ് വിത്ത് ദ ഡിസാസ്റ്റർ. ഡിസാസ്റ്ററുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ മറ്റൊരു കീ ഫാക്ടർ അല്ലെങ്കിൽ കീ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ട്രെയിനിങ് ഫോർ പ്രിപ്പയർഡ്നെസ്. നമ്മൾക്ക് ട്രെയിനിങ് തരിക, എന്തിനാ, പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ശ്രദ്ധിക്കണം, ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ തന്നെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പോയിന്റുകളൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ്? ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫാളിംഗ് ഡെബ്രീസ്. മുകളിൽ നിന്നൊക്കെ ഒത്തിരി ഇത്തരം ഡിസാസ്റ്റേഴ്സ്, പെരത്തിന്റെയൊക്കെ പോലെയുള്ള ഡിസാസ്റ്റർ ആണെങ്കിൽ പൊക്കത്തിൽ നിന്നൊക്കെ വീടൊക്കെ ഇടിഞ്ഞു വീഴും, അല്ലെങ്കിൽ വലിയ ബിൽഡിങ്സ് ഒക്കെ ഇടിഞ്ഞു വീഴും. അതൊക്കെ ഇങ്ങനെ മനുഷ്യന്മാരുടെ അടുത്തൊക്കെ വീണ് കഴിയുമ്പോൾ അത്തരം ഇതിൽ നിന്ന് പേഴ്സണൽ ആയിട്ട് അവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, പെട്ടെന്ന് അതിന് അടിയിലൊക്കെപ്പെട്ടവരെ പെട്ടെന്ന് അതിനെ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങള്. പിന്നെ പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്ക്യൂസ്, പെട്ടെന്ന് വളരെ ചിന്തിച്ചൊന്നും നിൽക്കാൻ തരില്ല, പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാം വൂണ്ടഡ് ആയിട്ടുള്ളവരെ, മുറിവ് പറ്റിയവരെ, അല്ലെങ്കിൽ ഇൻജേർഡ് ആയിട്ടുള്ളവരെ. അത് മാത്രമല്ല ഈ വൂണ്ടഡ് ആയിട്ടുള്ളവരിൽ നിന്ന് സീരിയസ് ആയിട്ടുള്ള ഏറ്റവും എന്താ പറയാ നെസസറി ആയിട്ട് കിട്ടേണ്ട ചികിത്സ ആർക്കാണ്, ട്രീറ്റ്മെന്റ് ആർക്കാണ്, അതനുസരിച്ച് ട്രേജ്, ദാറ്റ് മീൻസ് ഏറ്റവും നെസസറി പേഴ്സൺസിന് പ്രിഫറൻസ് കൊടുത്ത് നമ്മൾ വൂണ്ടഡിനെ അതനുസരിച്ച് കെയർ ചെയ്യണം. റെസിസിറ്റേഷൻ ആണ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻജേർഡ് വിക്ടിംസ്. അതുപോലെ തന്നെ ഇൻജേർഡ് ആയിട്ടുള്ള വിക്ടിംസിന് എന്ത് ചെയ്യാം, പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ പ്രീ പൊസിഷനിങ്, അതായത് ഇവരെയൊക്കെ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളിലൊക്കെ ആക്കി അതിനുശേഷം അവർക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് എസെൻഷ്യൽ മെഡിസിൻസ്, പിന്നെ അതുപോലെ എന്തെങ്കിലും സർജറി ഒക്കെ ഉണ്ടെങ്കിൽ സർജറിക്ക് വേണ്ട എക്യുപ്മെന്റുകളൊക്കെ എത്തിച്ചു കൊടുക്കുക, ബ്ലാങ്കറ്റുകൾ, ടെന്റുകൾ ഉണ്ടാക്കി അവരെയൊക്കെ അതിൽ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യേണ്ടതാണ്. മാത്രമല്ല സപ്ലൈ ഓഫ് വാട്ടർ, ആവശ്യത്തിന് അവർക്ക് വേണ്ട എസെൻഷ്യൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക. മാത്രമല്ല ഡിഫറെന്റ് ആയിട്ടുള്ള റിലീഫ് ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഇങ്ങനെയുള്ള ദുരിതാശ്വാസ പ്രക്രിയകളൊക്കെ നടക്കുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് ചിലരിലേക്ക് ഒന്നും തന്നെ എത്തില്ല, അവരെ ടേക്ക് കെയർ ചെയ്യുന്നില്ല, അവർക്ക് ഭക്ഷണമോ വസ്ത്രമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ചിലരിലെത്തൂല, ചിലരിലേക്ക് കുറെ കിട്ടിക്കൊണ്ടിരിക്കും. അത് വരാതിരിക്കാനായിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്ന ഭാഗം നീ നോക്കുക, അങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് അപ്പൊ അങ്ങനെ ചുരുങ്ങിയ ഗ്രൂപ്പുകളിലാക്കി ആക്കി ആ ഒരു റെസ്പോൺസിബിലിറ്റി അങ്ങനെ പകുത്തു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, എല്ലാവരിലേക്കും എല്ലാം എത്തുകയും ചെയ്യും. അതെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യാനൊക്കെ പറ്റും, അല്ലെ. എത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത്. യെസ്, ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മള് 5 ഫേസുകളുണ്ട്. അതിൽ സെക്കൻഡ് ഫേസ് ആണ് അലർട്ട് ഫേസ് എന്ന് പറയാം. അലർട്ട് ആയിരിക്കുക. എന്താ അലർട്ട് ആയിരിക്കുക എന്ന് പറയാൻ നമ്മൾ ഉണർന്നിരിക്കുക, അല്ലെ. എപ്പോഴും എന്തിനെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അലർട്ട് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. അതായത് ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ദുരന്തം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം.
ദുരന്തം അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെയാണ് ഇവിടെ അലേർട്ട് ഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദുരന്തം വികസിക്കുന്ന ഒരു കാലഘട്ടം, അതിനെയാണ് അലേർട്ട് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സിനും സെയിം അല്ല. ഇറ്റ് ഡിഫർ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. തീർച്ചയായിട്ടും ഓരോ ഡിസാസ്റ്ററിന്റെ വ്യത്യസ്തതകൾക്ക് അനുസരിച്ച് ഇതിന്റെ ഡ്യൂറേഷനും അല്ലെ മാറിക്കൊണ്ടിരിക്കൂലേ. ചിലതിന് കുറച്ച് സമയം കൊണ്ട്, അതായത് വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് എന്ത് ചെയ്യും, അതിന്റെ ഡിസാസ്റ്ററും ഒക്കെ ചെയ്തു അതിന്റെ കാര്യങ്ങളൊക്കെ മാറിപ്പോകും. അതേസമയം ചിലതിന് ലോങ് പീരീഡ്, കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്ക് അലേർട്ട് ആയിരിക്കാൻ പറഞ്ഞാല് ഇത് നമ്മളുടെ എർത്ത് ക്വേക്ക് അതൊരു നോൺ എക്സിസ്റ്റന്റ് ആയിരുന്നു. അതിനൊരു അലേർട്ട് ചെയ്യാൻ എത്ര പീരീഡ്, എത്ര സമയത്തേക്ക് അലേർട്ട് ആവണം എന്നുള്ളതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി പറയാനൊന്നും പറ്റില്ല എർത്ത് ക്വേക്കിനെ സംബന്ധിച്ച്. അതേസമയം നമ്മളുടെ എന്താ പറയാ ഹെറിക്കെയിൻസ്, മീൻസ് ചുഴലിക്കാറ്റ്, പിന്നെ ഡ്രോട്ട്, വരൾച്ച, ദാരിദ്ര്യം, ഇങ്ങനെയുള്ളതൊക്കെ വളരെ എന്താ പറയാ നിർണായകമായത്, ക്രൂഷ്യൽ ആയതെന്ന് പറഞ്ഞാൽ നിർണായകവുമാണ്. പക്ഷെ എന്താണ്, അത് ഒരു ഷോർട്ടാണ്, വളരെ ഷോർട്ടാണ്. ഇതിനെ സംബന്ധിച്ച് ചുഴലിക്കാറ്റ് കുറച്ച് നേരത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ, വളരെ ഇത്ര സെക്കൻഡ്സോ അല്ലെങ്കിൽ ഇത്ര അത്രയും ഒക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു എന്താ പറയാ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയം വളരെ ചുരുങ്ങിയ സമയമാണ്. പക്ഷെ വളരെ ക്രൂഷ്യലായിരിക്കും, ഭയങ്കര നിർണായകമായിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളും അതിൽ നിന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളും, മനുഷ്യന്റെ ജീവന് നാശവും ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രകൃതിയിൽ ഒരുപാട് വൃക്ഷങ്ങളും മറ്റു സാധനമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ വീഴും. അതുപോലെ തന്നെ പവർ കട്ട് അല്ലെ, ലൈൻ ഒക്കെ പൊട്ടി വീഴും. അതുകൊണ്ടുണ്ടാകാവുന്ന ദുരന്തവും അത് വേറെ അല്ലെ, അങ്ങനെ ഒത്തിരി ഉണ്ടായിരിക്കും. അത് വളരെ ചെറിയ സമയത്തേക്കാണെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ വളരെ ക്രൂഷ്യലാണെന്നാണ് പറയാം. അതേപോലെ തന്നെ ക്വൈറ്റ് ലോങ് ആണ്, കുറച്ചുകൂടി അധികം സമയം വേണ്ട ഒരു ദുരന്തത്തിന്റെ വികാസം ഉണ്ടാകുന്ന മറ്റൊരു സാധനമാണ് ഡിസാസ്റ്റർ എന്നാണ് ഡ്രോട്ട് ആൻഡ് ഫാമിൻ. എന്താ ഡ്രോട്ട്? വരൾച്ച എന്ന് പറയുന്നതും അതുപോലെ ദാരിദ്ര്യം എന്ന് പറയുന്നതും. ഹരിക്കേൻസ് എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ആ കാറ്റ് വിഭാഗത്തിൽപ്പെട്ടതാണ് അല്ലെ. മരങ്ങളൊക്കെ മറിഞ്ഞു വീഴും അല്ലെ, മരമൊക്കെ മറിഞ്ഞു വീണ് കഴിയുമ്പോൾ അത് വന്ന് വീഴുന്നത് ചിലപ്പോ ഇത് നമുക്ക് മറ്റൊന്ന് കാര്യം പേടിക്കേണ്ടതാ. ഈ നമ്മുടെ ലൈൻ കമ്പിയിലൊക്കെ അല്ലെ, പവർ സപ്ലൈ ഉള്ള ലൈൻ കമ്പിയിലൊക്കെ പൊട്ടി വീഴും. അപ്പൊ അത് പൊട്ടി താഴെ വീഴും. അങ്ങനെ അതിലൂടെയൊക്കെ ചിലപ്പോ ഷോക്ക് കയറ്റും മറ്റുമൊക്കെ എന്തുണ്ടാവാറുണ്ട്, അപകടങ്ങള് മറ്റു രീതിയിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് വളരെ ചെറിയ സമയത്തേക്ക് ആ ചുഴലിക്കാറ്റ് നിലനിൽക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ എന്താ പറയാ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഡ്രോട്ട് ഫാമിലി. ഏതെങ്കിലും ഒരു പ്രദേശത്തെ വരൾച്ച അല്ലെങ്കിൽ ദാരിദ്ര്യം ഒക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ഇച്ചിരി സമയമൊക്കെ എടുക്കും. ഇച്ചിരി ലോങ് പ്രോസസ് ആണ്. കാരണം വരൾച്ചയൊക്കെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു കുത്തിവെച്ചാൽ പോലും അത് കുരുക്കാത്ത രീതിയിലാണ് വരൾച്ച എന്ന് പറയുന്നത് അല്ലെ. വെള്ളമില്ല, ഭക്ഷണവും ഇല്ല, എല്ലാം ഒന്നും ഇല്ല എന്ന ഒരു അവസ്ഥ വരും. അതൊക്കെ കുറച്ച് ലോങ് പീരീഡിലേക്ക് നിൽക്കും. അപ്പൊ അങ്ങനെയാണ്, അതാണ് അലർട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എത്ര പീരീഡ് ആണ് ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പീരീഡ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയാ നമ്മൾ അലർട്ട് ഫേസ് എന്ന് വിളിക്കുക. അത് എല്ലാ ഡിസാസ്റ്റേഴ്സിനും ഡിഫറെന്റ് രീതിയിലാണ്. നമ്മുടെ എർത്ത് എന്ന് പറയുന്നതിന് നമുക്ക് നേരത്തെ കൂടി അലർട്ട് ആയിട്ട് ഇരിക്കാനായിട്ട് പറയാനായിട്ട് പറ്റില്ല. അതൊരു നോൺ എക്സിസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിങ്ങനെ, നോൺ എക്സിസ്റ്റന്റ് ആണ്. എർത്ത് ക്വേക്കിന്റെ അലർട്ട് ഫേസ് എന്ന് പറയുന്നത് നോൺ എക്സിസ്റ്റന്റ് ആണ്. പക്ഷെ നമ്മുടെ ഹരിക്കെയിൻസിനെ സംബന്ധിച്ച് ഒരു ഷോർട്ട് ആണെങ്കിലും അത് ക്രൂഷ്യലാണ്. ഫെമിൻ അതുപോലെ തന്നെ ഡ്രോട്ടിനെ സംബന്ധിച്ച് അത്തരം ഡിസാസ്റ്റേഴ്സ് അതൊരു ലോങ് ടൈപ്പ് അല്ലെങ്കിൽ ക്വൈറ്റ് ലോങ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം നീണ്ട ഒരു എന്താ പറയാ ഒരു ഡിസാസ്റ്റർ ആണ് എന്നാണ് പറയാ. അപ്പൊ അതിന് കുറച്ചധികം നേരം നമ്മൾ അതിന് അലേർട്ടായിട്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ, അതാണ് അലേർട്ട് ഫേസ്. എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കുക. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കാം. 2 സെന്റൻസേ ഉള്ളൂ ആദ്യം, വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. അടുത്ത ഫേസിലേക്ക് എടുക്കാം, ഇമ്പാക്ട് ഫേസ്. ഇതൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നേരെ നമ്മൾ വർക്ക് നമ്മളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ചിട്ട് ജോലിക്ക് പോകല, നമ്മളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലേക്ക് ഇവരെയൊക്കെ കൊണ്ടുവന്നെത്തിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് നമ്മളും അറിഞ്ഞിരിക്കണം അല്ലെ. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാനുള്ളത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇമ്പാക്ട് ഫേസ്. എന്താണ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത്? അപ്പൊ ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ഡിസാസ്റ്റേഴ്സിന്റെ ഒക്കെ ചെയ്ത ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വാട്ട് ആർ ദ നീഡ്സ്, അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസാസ്റ്റർ. ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആണ് അവിടെ ഉണ്ടായത് അതിന് അനുസരിച്ച് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ കമ്മ്യൂണിറ്റിയുടെ നീഡ്സ് അല്ലേ. അങ്ങനെയല്ലേ? ഓക്കെ, ഇപ്പൊ ഒരുപാട് നാശനഷ്ടം
നാശനഷ്ടങ്ങൾ വസ്തുക്കൾക്കും മനുഷ്യന്മാർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ആവശ്യം ആ കമ്മ്യൂണിറ്റിക്ക് ആ ഡിസാസ്റ്റർ കൊണ്ട് ആളുകൾക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ആ ഒരു പ്രൊപ്പോർഷനാണ്. എത്രത്തോളം വലിപ്പമുള്ള ഒരു അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയാ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ് ഒരു കമ്മ്യൂണിറ്റി ഫേസ് ചെയ്തത്, അത്രത്തോളം ആവശ്യകത എന്തിനുണ്ട് ആ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുണ്ടായിരിക്കും. സ്വത്തിനും അതുപോലെ മനുഷ്യജീവനും അതുപോലെ തന്നെ മറ്റ് എന്താ പറയാ കൃഷിക്കും മറ്റൊക്കെ നാശം സംഭവിക്കുമ്പോൾ അത്രയും കൂടുതൽ സപ്പോർട്ട് സഹായം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആവശ്യം വരും. അപ്പൊ അതിന്റെ ആ ഒരു പ്രൊപ്പോഷൻ അങ്ങനെയാണ് അല്ലെ. എത്ര കൂടുമോ അത്രയും തരം കൂടുതൽ നീഡ്സ് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകും. ഇതൊരു എന്താ പറയാ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ആ ഒരു രണ്ട് കാര്യങ്ങൾ തമ്മിൽ. എത്രത്തോളം കൂടുതൽ വലിപ്പമുള്ള ഒരു ഡിസാസ്റ്റർ ആണോ ഒരു കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്നത്, അത്രത്തോളം അധികം തന്നെ നീഡ്സ് ആണ് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുക. അതുകൊണ്ട് ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ് അല്ലെ, നേരനുപാതമാണ്. അത്രയും തന്നെയാണ്, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയല്ല ചെയ്യുക. ആൻഡ് ഓൾസോ ദ ഡിഗ്രി ഓഫ് പ്രിപ്പയർനെസ്. മാത്രമല്ല ആ ഒരു ഡിസാസ്റ്ററിനോട് അവർ എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നു എന്നതും അതിനെ ആശ്രയിച്ചിരിക്കും അല്ലെ. നമ്മൾ എത്രത്തോളം they were well prepared, അവർ വളരെ പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നു, ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നടക്കാൻ പോകുന്നു, അപ്പൊ അതനുസരിച്ച് ആ ഒരു പ്രദേശത്തുള്ള ആളുകളെ നമ്മൾ നേരത്തെ തന്നെ അത് മനസ്സിലാക്കുകയാണെങ്കിൽ എവിടേക്കെങ്കിലും മാറ്റി ഇവാക്യുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ അവിടെ ഒഴിപ്പിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോവുകയാണ്. ഇപ്പൊ അതുപോലെ ഫ്ലഡ് ഒക്കെ വന്നു, കുറെ പേരെയൊക്കെ എന്താ പറയാ അങ്ങനെ മാറ്റും ഇന്ന സ്ഥലത്തേക്ക് അതല്ലേ. സുനാമി വരുന്നു, അപ്പൊ നേരത്തെ കൂട്ടി അവർക്ക് അങ്ങനെയുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അത്തരം കാലാവസ്ഥ നിരീക്ഷകരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നവരോ നേരത്തെ കൂട്ടി അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ജീവൻ ഇല്ലാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യണം, അവരെയൊക്കെ എന്ത് ചെയ്യാം, മാറ്റി താമസിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ജീവന് അപകടം ഉണ്ടാകില്ല അല്ലെ. മറ്റു വസ്തുക്കൾക്കും കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ നാശനഷ്ടം ഉണ്ടാകും. അപ്പൊ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരിക്കുന്നു എന്നുള്ളതും ആശ്രയിച്ചിരിക്കും ആ കമ്മ്യൂണിറ്റിയുടെ നീഡ്, ആവശ്യങ്ങൾ അതനുസരിച്ചിട്ടാണെന്ന് പറയാം. നമുക്കറിയാം ഫോർ എക്സാമ്പിൾ അവർ പറയുന്നത് എർത്ത്ക്വേക്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. നേരത്തെ പറഞ്ഞു ഞാനത്. എർത്ത്ക്വേക്സ് ആർ അൺപ്രെഡിക്റ്റബിൾ, ഇറ്റ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്. നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ എന്താ പറയാ മുൻകൂട്ടി പറയുക അല്ലെ, മുൻകൂട്ടി അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ഈ പറയുന്ന എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങള് നമ്മൾ എന്താ പറയാ അൺഎക്സ്പെക്ടഡ് ആണ്. ഇതൊക്കെ നാശനഷ്ടം സംഭവിക്കും. മാത്രമല്ല ഭയങ്കര എക്സ്ട്രീംലി ഡെഡ്ലി ആണെന്ന് പറയുന്നത്, മാരകമാണ് ഏതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എർത്ത്ക്വേക്സിന്റെ. അതേസമയം ഹരിക്കെയിൻസ് സൈക്ലോൺസും ഒക്കെ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷകർക്ക് അതിനുള്ള സൂചനയൊക്കെ കിട്ടും, കാരണം അവരെ അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇറ്റ്സ് പ്രെഡിക്റ്റബിൾ, ബട്ട് കമ്പയർഡ് ടു ഈച്ച് എർത്ത്ക്വേക്സ് ആർ അൺപ്രെഡിക്റ്റബിൾ. എർത്ത്ക്വേക്സ് എന്ന് പറയുന്നത് അൺപ്രെഡിക്റ്റബിൾ ആണ്. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്, അതുകൊണ്ടുണ്ടാകുന്ന നീഡ്സ് ആ കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം വേണമെന്ന് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ദ ടൈപ്പ് ഓർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസാസ്റ്റർ ആൻഡ് ഓൾസോ ദ ഡിഗ്രി ഓഫ് പ്രിപ്പയർഡ്നെസ്. രണ്ട് കാര്യങ്ങളാണ്. എത്രത്തോളം ആ ഒരു കമ്മ്യൂണിറ്റി ഡിസാസ്റ്ററിന്റെ എത്രത്തോളം അതിന്റെ സ്വഭാവം എന്താണെന്നും അതോടൊപ്പം തന്നെ ആ ഒരു ഡിസാസ്റ്ററിനെ എത്രത്തോളം നമ്മൾ ഫേസ് ചെയ്യാൻ ഒരുങ്ങിയിരുന്നു എന്നുള്ളതിനെയും ആശ്രയിച്ചാണ് ഇരിക്കുക കേട്ടോ. ഇനി നമുക്കറിയാം while this disaster like earthquakes occur, ഈ ഭൂമികുലുക്കം പോലെയുള്ള അല്ലെങ്കിൽ ഭൂകമ്പം പോലെയുള്ള ഡിസാസ്റ്ററുകൾ ഉണ്ടായാൽ പറ്റും ഒത്തിരി ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടും അല്ലെ. ക്രഷിംഗ് ഇഞ്ചുറീസ് പറ്റും. പിന്നെ എന്താ പറയാ അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്ട് പിന്നീടും, അതായത് അപ്പൊ തന്നെ മരിച്ചില്ലെങ്കിലും പിന്നീട് കുറെ പേർക്കൊക്കെ വലിയ ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ച് സീരിയസ് ആയിട്ട് പിന്നീട് എന്താ പറയാ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡെത്തും മറ്റുമൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതകളുണ്ട്. ഇനി മാത്രമല്ല ഇത് കൂടാതെ അപ്പൊ തന്നെ ഉണ്ടാകുന്ന മരണമല്ല, അത് അഡീഷണൽ ഡെത്ത്സ് ഡ്യൂ ടു ദ ബേൺസ് ഫ്രം ഫയർസ്. നമുക്കറിയാം തീപിടുത്തം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ ഭൂമികുലുക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും പോസ്റ്റും മറ്റുമൊക്കെ മറിഞ്ഞു വീണ് അവിടെയൊക്കെ ചിലപ്പോ ഫയറൊക്കെ വീണ് അതൊന്നും ഉണ്ടാകുന്ന ചിലപ്പോ എന്ത് ചെയ്യും, അത് തീ പിടിച്ചിട്ടൊക്കെ ബേൺസ് കൊണ്ട് ആളുകൾ മരിക്കും. ഇതെല്ലാം ഈ എർത്ത്ക്വേക്ക് കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളാണ്. സോ എർത്ത്ക്വേക്ക് ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള മോർട്ടാലിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാക്കുക. മോർട്ടാലിറ്റി മീൻസ് എന്താ, മരണനിരക്ക് അല്ലെ. അപ്പൊ ഈ എർത്ത്ക്വേക്ക് ഭൂകമ്പങ്ങള് ഒത്തിരി മരണങ്ങളിലേക്ക് കൊണ്ടുപോകും ബിക്കോസ് ഓഫ് ഫോളിംഗ് ഒബ്ജക്ട്സ് ഫ്രം എബവ്. കൂടുതൽ സാധനങ്ങളൊക്കെ ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞു വീണ് വലിയ തൂണൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ അവസ്ഥ ആലോചിച്ചൊക്കെ. അപ്പൊ ഒരുപാട് പേർക്ക് ഇഞ്ചുറീസ് സംഭവിക്കും, ഒരുപാട് മരണവും സംഭവിക്കുന്ന ഒരു ഡിസാസ്റ്റർ ആണ് ഇത് നമ്മുടെ എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. ഇനി ഈ എർത്ത്ക്വേക്ക് ഭയങ്കര മാരകമാണെന്ന് പറയുന്നു. ഇത് പകലൊക്കെ ചെയ്താലും രാത്രി കാലങ്ങളിലൊക്കെ ചെയ്താലും
സെയിം വേ ഇതുകൊണ്ട് പല രീതിയിലുള്ള ദുരന്തങ്ങളുണ്ട്. ഇപ്പൊ ഡ്യൂറിങ് നൈറ്റ് ആണെങ്കിൽ എന്തുണ്ടാകുക, നമ്മുടെ ഫ്രാക്ചേഴ്സ്, അതായത് നമുക്ക് വലിയ പരിക്കുകളും അല്ലെങ്കിൽ ഒടിവ് അല്ലെങ്കിൽ എല്ലുപൊട്ടൽ അല്ലെങ്കിൽ തകർന്നു പോകുന്ന ചില ഭാഗങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പെൽവിസ്, തോറാക്സ്, അതുപോലെ തന്നെ സ്പൈൻ. ഏതൊക്കെയാണത്? പെൽവിസ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വയറും നമ്മുടെ ഈ തുടയുടെ ഭാഗത്തിന്റെ ഇടയിലുള്ള ഒരു ഭാഗമാണ്. കാരണം നമ്മളിങ്ങനെ കിടക്കുകയാണല്ലോ. സോ അപ്പൊ ഇങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വന്ന് നമ്മളുടെ മേലിലേക്ക് വീഴുന്നത് അങ്ങനെയായിരിക്കും അല്ലെ, കിടക്കുന്ന സമയത്ത്. നെഞ്ചില്, മീൻസ് നെഞ്ചത്ത്, പിന്നെ സ്പൈനില്, പുറംതിരിഞ്ഞ് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നട്ടിലില്, അങ്ങനെയൊക്കെ ആയിരിക്കും. രാത്രി കാലങ്ങളിലാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുക. ബിക്കോസ് ഓൾ വിൽ ബി ഇൻ ബെഡ്, അവിടെ എല്ലാവരും ഉറങ്ങുമായിരിക്കും. അപ്പോഴാണ് അങ്ങനെയൊക്കെ അറിയുന്നു. അതേസമയം ഡേ ടൈമിലാണെങ്കിൽ ഡ്യൂറിങ് ഈ തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് നമ്മുടെ കൈക്ക്, കാലിന്, പിന്നെ കോളർ എന്താ പറയാ ബോളിന്, നമ്മുടെ ഷോൾഡറിലേക്ക് ഇവിടെയുള്ള ബോളിന്, സ്കളിലൊക്കെ നിൽക്കുകയാണല്ലോ. അപ്പൊ ഇങ്ങനെ തലയിലൊക്കെ ആയിരിക്കും വന്നു വീഴുക. അപ്പൊ ഏത് രീതിയിലായാലും ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. ബിക്കോസ് ഇറ്റ് മേ കോസ് മെനി ടൈപ്സ് ഓഫ് ഇഞ്ചുറീസ്. അത് ഡേ ആൻഡ് നൈറ്റ് ആയിക്കോട്ടെ, പലതരത്തിലുള്ള ഇഞ്ചുറീസ്, ഫ്രാക്ചേഴ്സ് ഒക്കെയാണ് മനുഷ്യന്മാർക്ക് കൊണ്ടുവരിക. ആൻഡ് മോസ്റ്റ്ലി ഡെത്തുകൾ, ഒരുപാട് മരണങ്ങളും രാത്രികാലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ല. ചെറിയൊരു ചില നാടുകളിലൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഉണ്ട്. പക്ഷെ ചിലതൊന്നും അങ്ങനെ എന്താ പറയാ എഫക്ട് ചെയ്യില്ല. ഒരു എവിടെയെങ്കിലും വലിയ തോതിൽ എഫക്ട് ചെയ്തതിന്റെ ഒരു ചെറിയൊരു അനക്കം അടുത്ത പ്രദേശങ്ങൾ അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റിലേക്ക് മാറുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലാതെ ഉണ്ടാവില്ല. അപ്പൊ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വലിയ ദുരന്തങ്ങൾ നടക്കുക. ഇവിടേക്കൊക്കെ ചെറിയ അനക്കൊക്കെ പക്ഷെ രാത്രി കട്ടിലൊക്കെ കിടക്കുമ്പോൾ ആ ഒരു ചെറിയൊരു ഷേപ്പിംഗ് ഒക്കെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ എർത്തുകേക്ക് വലിയ ഒരു ദുരന്തം തന്നെയാണ്, വിച്ച് ഈസ് അൺപ്രഡിക്റ്റബിൾ എന്നുള്ളതും കൂടിയാണ് മറ്റൊരു കാരണം. കാരണം ഇത് വരുമെന്ന് നമുക്ക് നേരത്തെ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പറയാമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടുന്ന് ആളുകളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സംതിങ് ക്യാൻ ബി ഡൺ അല്ലെ, നേരത്തെ കൂട്ടി എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒന്ന് വായിച്ചു നോക്കിയാൽ പാരഗ്രാഫ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. മോസ്റ്റ് ഡെത്ത്സ് ഇൻ എർത്തുകേക്ക് എന്നുള്ളത്. ഓക്കെ, യെസ്. ഇനി എന്താ പറയാ, ഈ അക്യൂട്ട് ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇത് ഒരു യാഥാർത്ഥ്യം. അതായത് നമ്മളുടെ മുമ്പിൽ നടന്ന ഒരു ദുരന്തം, ആ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ അത് നാച്ചുറൽ ആണ്, അതിനോട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ അതൊരു റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ വി ഹാവ് ടു മേക്ക് സം റിലീഫ് എഫേർട്ട്, ആ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള ചില എഫേർട്ടുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വാട്ട് എവർ ക്യാൻ ബി ഡൺ, ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കി നിൽക്കാതെ, അതാണ് പറഞ്ഞേക്കുന്നത്, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഷുഡ് നോട്ട് അവൈറ്റ്. എന്താ പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് അസസ്മെന്റ് ഒക്കെ നടത്തി എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നല്ല, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. അതിന് അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കണം, റെസ്പോണ്ട് ചെയ്യണം. ഒരുപാട് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയാ 5 മിനിറ്റ് 2 മിനിറ്റ് വ്യത്യാസത്തിൽ ചിലപ്പോൾ ചില ആളുകളുടെ ജീവനെ നമുക്ക് രക്ഷിച്ചെടുക്കാനൊക്കെ സാധിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ് അവിടെ എടുക്കേണ്ടത്, അല്ലാതെ നമ്മളൊരു ഡീറ്റെയിൽഡ് അസസ്മെന്റിനൊക്കെയുള്ള സമയമൊന്നുമില്ല. സോ പ്രയോറിറ്റി അനുസരിച്ച് റിലീഫ് എഫേർട്ടുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യണം, എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റുന്നവരൊക്കെ രക്ഷിക്കുക. അതിന്റെ ഇഫക്റ്റീവ്നെസ്, എന്താ പറയാ റിലീഫ് എഫേർട്ടിന്റെ ഇഫക്റ്റീവ്നെസ് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ലോക്കൽ എഫേർട്ട് എന്നാ പറഞ്ഞേക്കണം. അത് എങ്ങനെ ആശ്രയിച്ചിരിക്കും, ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളുടെ എഫേർട്ടിനെ ആശ്രയിച്ചിരിക്കും എത്രത്തോളം ദുരിതാശ്വാസത്തിന് ഇഫക്റ്റീവ് ആണെന്ന് അറിയാനായിട്ട്. കൂടുതൽ ആളുകൾ സംഘടിച്ച് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് അവിടുത്തെ എന്താ പറയാ ദുരിതാശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ ജസ്റ്റ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ, എന്തെങ്കിലും ഒരു ദുരന്തം നടന്നാൽ നമ്മൾ അവിടെ പോയിട്ട് കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ എന്ത് ചെയ്യണം, വി ഷുഡ് ആക്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ ബി ഡൺ ഈസിലി ഓർ ഇമ്മീഡിയറ്റ്ലി.
പെട്ടെന്ന് എളുപ്പത്തിൽ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം അല്ലെ. ചിലപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കോളായിരിക്കാം, മറ്റുള്ളവരെ സംഘടിപ്പിക്കുക എന്നുള്ളതായിരിക്കാം, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ കോൾ ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു കാര്യം നടന്നു പറഞ്ഞിട്ട് എവിടെയെങ്കിലും രാജ്യത്ത് നടക്കുന്ന ആളെ ഫോൺ ചെയ്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു സംഭവം നടക്കണ്ടല്ലോ എന്ന് പറയുന്നതിലല്ല കാര്യം. നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ആളുകളെ സംഘടിപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അവിടെ ആദ്യം ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ നടത്തേണ്ടത് ഏത് ഫേസിലാണ്? ഇമ്പാക്ട് ഫേസ്. അതായത് ഏത് ഡിസാസ്റ്റർ ഒക്കെ ചെയ്താലും എങ്ങനെ നമുക്ക് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാം എന്നുള്ളത്, അതും മാത്രമല്ല റിലീഫ് എഫേർട്ടുകൾ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതിനും ആണ് ഇവിടെ പ്രാധാന്യം ഇമ്പാക്ട് ഫേസിന് കേട്ടോ. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വായിച്ച് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ് ഇമ്പാക്ട് ഫേസ്. മറ്റൊരു കാര്യം നമുക്ക് ആക്ട് ചെയ്യാനുള്ളത് ഈ പറയുന്ന ഡിസാസ്റ്റർ ഒക്കെ ഒക്കർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പിന്നെയുള്ള ഒരു തലമാണ്. ആ ഒരു ഫേസിനെയാണ് നമ്മൾ പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ഫേസ്, അതായത് ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു തലം, അതിനെയാണ് പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫേസ് അതായത് പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയം, ഒരു ഇത്ര ദിവസം, ഇത്ര എന്താ പറയാ മണിക്കൂർ, ഇത്ര മാസം എന്നൊന്നും നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് പറയാൻ പറ്റില്ല. ഇറ്റ് മേ ടേക്സ് സംതിങ് വീക്സ്, ചിലപ്പോൾ ആഴ്ചകളെടുക്കാം, ചിലപ്പോ മന്ത്സ് ആയിരിക്കാം, ചിലപ്പോ ഇയർ, സെവറൽ മന്ത്സ് അല്ലെങ്കിൽ ഇയർ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഇതിന്റെ ഇമ്പാക്ട് ഇതുമായിട്ട് പ്രവർത്തിച്ച് ഇതിനെയൊക്കെ നേരെ കൊണ്ടുവരാനായിട്ട് കുറച്ച് മാസങ്ങളും ചിലപ്പോ എടുത്തേക്കാം. അതും ഇതുപോലെ തന്നെ വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ വാട്ട് ആർ ദ ആക്ഷൻസ് ടു ബി ടേക്കൺ ഡ്യൂറിംഗ് ദിസ് ഫേസ്? ഈ പോസ്റ്റ് ഇമ്പാക്ട് ഫേസിൽ നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ ആർക്കാണോ എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. വാട്ട് ക്യാൻ ബി ഡൺ ഇൻ ദിസ് ഫേസ്? എന്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫേസിൽ ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, ഇവാക്യുവേറ്റിംഗ് ദ സർവൈവേഴ്സ് ടു സേഫ് ഏരിയാസ് ആൻഡ് പ്രൊവൈഡിംഗ് ഷെൽട്ടേഴ്സ് ടു ദ ഹോംലെസ്. എന്ത് ചെയ്യണം? ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് സർവൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? അതിജീവിക്കുന്നവരല്ലേ, അതിജീവിക്കുന്നവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി, ഇവാക്യുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിപ്പിച്ച് എവിടേക്ക്? സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക്. ഇപ്പുറത്ത് എന്താ പറയാ മണ്ണിടിച്ചിൽ നടക്കുന്നു അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു, അവിടെ നിന്ന് ഇച്ചിരി കൂടി നീങ്ങി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അതേ മരയുടെ മുന്നിൽ തന്നെ കൊണ്ട് നിർത്താൻ പറ്റുമോ? ഈ ആ സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പെട്ടെന്ന് തന്നെ അവിടെ സർവൈവ് ചെയ്യുന്നവരെ മാറ്റുക. മാത്രമല്ല അവർക്ക് വീടൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ വീടൊന്നും നഷ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഷെൽട്ടർ, ഒരു അഭയം നമ്മൾ എവിടെയെങ്കിലും കൊടുക്കുക, അവിടെ കൊണ്ടുപോയി ആക്കുക അവരെ. അതുള്ള ആദ്യം ചെയ്യേണ്ട കാര്യം. പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് വാട്ടർ, വെറുതെ കൊണ്ടുപോയി അവിടെ ഇട്ടാൽ പോരാ, ഇനി പിന്നെ ആഴ്ചകളോ മാസങ്ങളോ എന്തെങ്കിലും ഇച്ചിരി അവർക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കഴിക്കണ്ടേ, അപ്പൊ അവർക്ക് അത് ആവശ്യത്തിന് നേരെ ഒരു ദിവസത്തെ നേരെങ്കിലും കൊണ്ടത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് വാട്ടർ, കണ്ടിന്യൂയിങ് ദ ട്രയേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഇൻജുർഡ് ടു അപ്രോപ്രിയേറ്റ് ഫെസിലിറ്റീസ്. ഇനി എന്ത് ചെയ്യുക? അവിടെ പരിക്കേറ്റവരെയൊക്കെ നമ്മൾ അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് അവർക്ക് അതിനുള്ള കെയറിംഗ് കൊടുക്കാം. മാത്രമല്ല ഇൻജുർഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, മുറിവേറ്റവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, എന്താ പറയാ ഏത് രീതിയിലുള്ള മുറിവാണ് അല്ലെങ്കിൽ ഇഞ്ചുറി ആണ് അവർക്ക് വന്നേക്കണേ, കാലൊടിഞ്ഞോ കൈയൊടിഞ്ഞോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗം തകർന്നോ, അതനുസരിച്ച് അവരെ പറയുന്ന സ്ഥലത്തേക്ക് അവരെ മാറ്റുക, ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവരെ കൊണ്ടാക്കുക. ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ പരിക്കൊന്നും ഇല്ലായെങ്കിൽ അതനുസരിച്ച് എവിടെയെങ്കിലും മാറ്റി അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എസ്റ്റാബ്ലിഷിംഗ് പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ്. ഇനി അതിനുശേഷം അവർക്ക് എന്താ പറയാ ഒരു പ്രാഥമിക ശുശ്രൂഷ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഹെൽത്ത് കെയർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അത് വേണ്ടിയിട്ടുള്ള ചെറിയ എന്താ പറയാ ചില ഒന്നോ നഴ്സുമാരെയോ അല്ലെങ്കിൽ ഡോക്ടറെ ഒക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഇവിടെ ഇതിനും കൂടി വലിച്ചു വാരി കൊണ്ടുവന്നതിന് പകരം ചെറിയ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇഞ്ചുറീസോ, ചിലപ്പോ പ്രത്യക്ഷത്തിൽ ഇഞ്ചുറി ഒന്നും കാണില്ല എങ്കിലും ഇത്തരം ഡിസാസ്റ്ററിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു എന്താ പറയുക ക്യാമ്പ് പോലെയൊക്കെ അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരെയും വലിച്ചു ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവന്നതിനേക്കാൾ ഭേദമല്ലേ. ഒത്തിരി വലിയ എന്താ പറയാ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരെയൊക്കെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം നിയറസ്റ്റ് ഹോസ്പിറ്റൽസിലേക്ക്. അതെല്ലാം അങ്ങനെയല്ലാത്തവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് സാനിറ്ററി മെഷേഴ്സ് ടു പ്രിവെന്റ് ഔട്ട്ബ്രേക്ക് ഓഫ് എപ്പിഡമിക്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്.
നമ്മൾ ഈ പോസ്റ്റ് ഇമ്പാക്റ്റിൽ ചെയ്യേണ്ടത്. അതായത് ഇത്തരം ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന സാനിറ്ററി മെഷേഴ്സ്, അതായത് സാനിറ്റൈസേഷൻ രീതിയിലുള്ള കാര്യങ്ങൾ. നമുക്കറിയാം ഒത്തിരി ആളുകളൊക്കെ ഒരുമിച്ച് പാർട്ടിയായിട്ട് വരുമ്പോൾ ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നവരെ എല്ലാവരെയും ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെ കൊണ്ടുപോയി നിർത്തുക. അപ്പൊ കുറച്ചധികം പേരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർ യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ എക്സ്ക്രീറ്ററി, അതായത് എക്സ്ക്രീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സദ്യകൾ പോലും അവർ പ്രോപ്പർ ആയിട്ട് ചിലപ്പോ എന്ത് ചെയ്യില്ല, അത് ഡിസ്പോസ് ചെയ്യില്ല. അപ്പൊ അതിനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും, കുറെ ആൾക്കാർ തിങ്ങി പറക്കുന്ന സ്ഥലത്തൊക്കെ ഇതൊക്കെ അവിടെ കിടന്ന് കുന്നുകൂടി പലതരത്തിലുള്ള രോഗങ്ങള്, പകർച്ചവ്യാധികള് ഒക്കെ ഔട്ട്ബ്രേക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള അത് തടയാനുള്ള എന്ത് ചെയ്യാം മെഷേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് സാനിറ്ററി മെഷേഴ്സ് എടുക്കുക. എന്ന് വെച്ചാൽ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ ഇങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തോന്നിയ പോലെ വലിച്ചു വാരിയിട്ട് ഇടും. നമ്മളുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് നമ്മൾ എന്റേതല്ലാന്ന് പറഞ്ഞ് വേറെ ഇടത്തേക്ക് എറിഞ്ഞിരുന്നത് അല്ലെ, അത് ചിലപ്പോ ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർമെറ്റ് നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ഇതൊക്കെ പോസ്റ്റ് ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്ററിന്റെ ഫേസുകളാണ്, അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സെന്റൻസുകൾ 5 പോയിന്റുകളുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയ വേഗം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അയച്ചു കഴിഞ്ഞോ? യെസ്. അപ്പൊ നമ്മള് നേരത്തെ സാനിറ്ററി മെഷേഴ്സ് എടുക്കണം ടു പ്രിവെന്റ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് എപ്പിഡമിക്സ്, അതായത് രോഗങ്ങള്, പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറത്താതിരിക്കാനുള്ള സാനിറ്ററി മെഷേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ചിലപ്പോ അവർക്ക് എന്താ പറയുക, താൽക്കാലികമായിട്ട് അവർക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആളുകൾ എല്ലാവരും കൂടി നിൽക്കുകയാണല്ലോ. അപ്പൊ ഇപ്പൊ എവിടെയെങ്കിലും അധിവസിപ്പിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്താ പറയാ, സൗകര്യം ഉള്ള രീതിയിൽ അവരത് ചെയ്യും. പക്ഷെ നമ്മളുടെ സൗകര്യം മാത്രം നോക്കി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് ചിലപ്പോൾ ദോഷമായിട്ട് മാറും അല്ലെ. സ്കൂളുകളിലൊക്കെ കൊണ്ടുവന്ന് അഭ്യസിപ്പിക്കുമ്പോ അവിടെയും പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യില്ല. എന്ത് ചെയ്യും, ഇതിപ്പോ നമ്മുടെ അല്ലല്ലോ, നമ്മൾ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും മാറിപ്പോകും എന്നുള്ള ആ ഒരു മൈൻഡാണ് ആളുകൾക്ക്. അത് പാടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രക്ഷൻ ഓഫ് സാനിറ്ററി ആൻഡ് സ്യൂവേജ് ഫെസിലിറ്റീസ്, അതായത് നമ്മുടെ വേസ്റ്റ് അതുപോലെയുള്ള സാനിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഡിസാസ്റ്റർ കൊണ്ട് അത് നല്ല രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാത്തത് കൊണ്ട് ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ്, അതുപോലെ എക്സ്ക്രീറ്റ വിസർജ്യങ്ങള്, ഇതെല്ലാം എന്താ പറയാ ഇൻസാനിറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കുകയും ആൻഡ് ഇറ്റ് വിൽ ആഡ് മെനി പ്രോബ്ലംസ് ലൈക്ക് ഡിസീസസ്, അതായത് നമ്മൾക്ക് മനുഷ്യന്മാർക്ക് തന്നെ ദോഷം വരുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള രോഗങ്ങളും മറ്റ് പല ഹെൽത്ത് കണ്ടീഷൻസിലേക്കും അത് കൊണ്ടുപോകും. അപ്പൊ ഇൻസാനിറ്ററി ആകാതെ സാനിറ്ററി മെഷേഴ്സ് കൊണ്ടുവരാൻ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. സാനിറ്ററി ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ലിക്വിഡ് വേസ്റ്റ് ആയിക്കോട്ടെ സോളിഡ് വേസ്റ്റ് ആയിക്കോട്ടെ, ഹൗ ടു ഡിസ്പോസ് ഇറ്റ്, അതൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമ്മൾ നല്ല ഹെൽത്ത് പ്രോബ്ലംസ് ആണ് എന്താ പറയാ വർദ്ധിക്കുക. അതില്ലാതിരിക്കാനാണ്. ഇനി ഹെൽത്ത് നമുക്കറിയാം, ഹെൽത്ത് കണ്ടീഷൻസ് ഇത്തരം എന്താ പറയാ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനമൊക്കെ നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇറ്റ് വിൽ ബി ബോൺ ബൈ ഫുഡ് വേസ്റ്റ്, അതുപോലെ തന്നെ ഫുഡിന്റെ വേസ്റ്റ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊക്കെ വെള്ളത്തിലോ മറ്റു സാധനത്തിലൊക്കെ വന്ന് വീണ്, അല്ലെങ്കിൽ അതിലൊക്കെ വന്നിരിക്കുന്ന ഫ്ലൈസും മറ്റുമൊക്കെ ഈ ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ പുറത്ത് വന്നിരുന്നത് വെള്ളത്തിൽ
വെള്ളം വാട്ടർ സോഴ്സ് ഒക്കെ അവിടെ വന്നിരുന്ന് അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വെള്ളം കൊണ്ട് വെള്ളത്താലും അതുപോലെ ജലത്താലും അതുപോലെ തന്നെ ഭക്ഷണത്താലും ഒക്കെ മറ്റ് പല എന്താ പറയാ ഈ ഡിസീസസിന്റെ അണുക്കളൊക്കെ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ആളിൽ നിന്ന് മറ്റൊരാളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് വലിയ ഹെൽത്ത് കോൺസിക്വൻസസ് ആയിരിക്കും അതുകൊണ്ട് ഉണ്ടാക്കുക. അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് സാനിറ്ററി മെഷേഴ്സ് ടു ബി ടേക്കൺ, അതാണ് പറഞ്ഞത്. അപ്പൊ വാട്ടർ ബോൺ ഹെൽത്ത് ഡിസീസസും അതുപോലെ തന്നെ ഫുഡ് ബോൺ ഡിസീസസും ഒക്കെ ഉണ്ട്. ആഹാരത്തിൽ കൂടെയും ജലത്തിൽ കൂടെയും ഒക്കെ പലതരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അങ്ങനെ എഫക്ട് ഓഫ് അവർ ഹെൽത്ത്, നമ്മളുടെ ഹെൽത്തിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. ഹെൽത്ത് ഓഫ് മാൻ പവർ ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി അനദർ ഡിസാസ്റ്റർ. ചിലപ്പോൾ ആണെങ്കിൽ അത്തരം എപ്പിഡമിക്സ് കൊണ്ടായിരിക്കും മറ്റു വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടാകാൻ പോകുക. ഒരു പ്രദേശത്തെ മുഴുവൻ വലിയൊരു ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാലഘട്ടത്തിൽ നമ്മളത് ഫേസ് ചെയ്യുന്നതാണ് അല്ലെ. ഏതായിരുന്നു അത്? പുറത്തിറങ്ങാൻ പറ്റാതെ വാതിലടച്ചിരുന്ന് ജനലടച്ചിരുന്ന് ഇരുന്നില്ലേ? നിങ്ങളാരും ഇരുന്നില്ല? യെസ്, കൊറോണ. അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പൊ നമുക്കറിയാം. അപ്പൊ അത്തരം ഇതൊക്കെ പെരുകാനുണ്ടായിരുന്ന കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് എന്താ പറയാ, സ്നീസ് ചെയ്ത് ഒന്ന് തുമ്പിയാല് അല്ലെ, ഇത്ര ഡിസ്റ്റൻസിന് എന്താ പറയാ കീപ്പ് ചെയ്യാതെ നിന്നാല് അത്തരം രോഗാണുക്കൾ പകരും ഒരാൾക്ക് മറ്റൊരാളിലേക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു, വീടിന്റെ പുറത്തിറങ്ങാതെ നമ്മള് പെരക്കകത്ത് അടച്ചിരുന്നു. ജനലും ഒരു തുറന്നില്ല. കൊറോണ ജനലിൽ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെ. അപ്പൊ അത്തരം ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഡിസാസ്റ്റർ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 1.5 മാസത്തോളമൊക്കെ നമ്മളങ്ങനെയൊക്കെ പിടിച്ചൊക്കെ ഇരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആളുകൾക്ക് മനസ്സിലായി ഇതിനേക്കാളും വലിയ കൊറോണ എന്നും ഞങ്ങളെയൊന്നും മേടിക്കാൻ പറ്റുന്ന മനുഷ്യൻ തന്നെ വിചാരിച്ചു. കാരണം ഈശ്വരൻ പറയുന്നത് എനിക്ക് വന്നു. ഒരുപാട് പേർക്ക് അത് വന്നിട്ടുണ്ട്. പിന്നെ അത് വരാതിരിക്കാനുള്ള ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഇതിന്റെ എന്താ പറയാ ഇഞ്ചക്ഷൻസ് എടുത്തു, അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം തന്നെ എന്താ പറയാ ഈ ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഒപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഡിക്കൽ അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സർവീസസിന്റെ സഹായം തേടേണ്ടി വരും. ഇവരെ നല്ല രീതിയിൽ വർക്കുകയും ചെയ്യും. കാരണം ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരെയും കൊണ്ടുപോകുന്നത് എവിടേക്കാ? ഹോസ്പിറ്റൽസിലാണ്. അവരുടെ സാധാരണ രീതിയിലുള്ള ആ ഒരു റുട്ടീൻ ബേസിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഇത്തരം പെട്ടെന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇവരെ വല്ലാതെ വിഷമിപ്പിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, അവരുടെ ആ ഒരു സ്റ്റാഫ് ഇത്രയുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു കൂട്ടത്തെ നമ്മൾ ഇവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അവരും അത് അനുസരിച്ച് അവരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അവർക്കും വലിയ പ്രശ്നങ്ങളായിട്ട് തീരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇതിന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഒന്ന് വായിച്ചു നോക്കുക ആ ഒരു പാരഗ്രാഫ്. ഇതിന്റെ കാര്യങ്ങൾ എന്നെ വീണ്ടും വീണ്ടും പറയുന്നു എന്നാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പാരഗ്രാഫ് വായിക്കുമ്പോൾ. വായിച്ചു. ഓക്കെ, യെസ്. ഇനി അടുത്തത് ജനറൽ കൺസിഡറേഷൻസ് ആണ്. എന്ന് വെച്ചാൽ പൊതുവായിട്ട് എടുക്കേണ്ട ചില കരുതലുകളാണ്. എന്ന് വെച്ചാൽ എന്ത് കരുതലുകളാണ് ഇത്തരം ഡിസാസ്റ്ററിന് വേണ്ടി നമ്മൾ നേരത്തെ കൂട്ടി എടുക്കേണ്ടത്? നമ്മൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മുൻകരുതലുകൾ അല്ലെങ്കിൽ കരുതലുകൾ എടുക്കേണ്ടത് ഹോസ്പിറ്റൽസ് തന്നെയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എമർജൻസി സർവീസസ് റിക്വയർ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. ഓൺ എ ലാർജ് സ്കെയിൽ നമ്മുടെ ഹോസ്പിറ്റൽ പോലെയുള്ള ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേ മസ്റ്റ് ഹാവ്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ ഓൺ എ ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞത്. ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വലിയ തോതിൽ എമർജൻസി സർവീസസ് ഇവരെ എന്ത് ചെയ്യും?
തേടി വരും ഇത്തരം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എമർജൻസി സർവീസസ് ഓഫ് മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ എ ലാർജ് സ്കെയിൽ. ഏറ്റവും കൂടുതൽ വൻതോതിൽ ബാധിക്കുന്നത് ഇവരെയാണ്, ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് വെച്ചെന്ന് അറിയാമോ, ഇവർ കരുതിയിരുന്നില്ല എങ്കിൽ ദ നോർമൽ വർക്കിംഗ് സിസ്റ്റം ഓഫ് എ ഹോസ്പിറ്റൽ, ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ പോലെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ട് സാധാരണ ഇന്നിപ്പോ ഇത്ര പേഷ്യൻസ് വരും, ഏകദേശം ഒരു ആവറേജ് അവർക്ക് ഐഡിയ ഉണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇത്ര പേഷ്യൻസ് ഒരു ഐഡിയ ഉണ്ട്. ബിക്കോസ് അവർക്ക് പ്രീവിയസ് ആയിട്ടുള്ള കഴിഞ്ഞ ഒരു ആഴ്ചത്തെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെയോ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു ഇത്ര പേഷ്യൻസ് വരാനായിട്ടുള്ള സാധ്യത, പ്രോബബിലിറ്റി ഉണ്ട് എന്നവർക്ക് നേരത്തെ കൂട്ടി പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഒക്കെ അറിയുന്നതിനെ കുറിച്ചോ അതിനെ കുറിച്ചോ നമ്മൾ ഒരു കരുതി ഇരുന്നില്ല എങ്കിൽ സിസ്റ്റം ഹാവ് ടു ബി ഫെയിൽഡ് എന്ന് തന്നെ പറയാം. ഈ സിസ്റ്റം വളരെ നല്ല രീതിയിൽ പരാജയപ്പെട്ടു പോകും. ഏത് ഹോസ്പിറ്റൽ പോലെയുള്ള ഇതുപോലെ ആ പ്രത്യേക ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഏരിയയിലുള്ള ഹോസ്പിറ്റൽസിൽ പരാജയം സംഭവിക്കും എന്ന് പറയണം. ബിക്കോസ് ദർ വിൽ ബി സഡൻ ഡിമാൻഡ് ഓഫ് ദെയർ സർവീസ്. അവരുടെ ആ സേവനം ആവശ്യമുണ്ടാകാവുന്ന ഒരു പ്രത്യേക പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിമാൻഡ് അവര് കരുതിയിരുന്നില്ലെങ്കിൽ ഉണ്ടാകും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റൽസ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ടു ബി well prepared for it in advance. ഇതിനു വേണ്ടിയിട്ട് for the disaster management, ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള മാനേജിങ്ങിൽ ഇവർ നേരത്തെ കൂട്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഞങ്ങൾ ഇങ്ങനെ നോർമലി വർക്ക് ചെയ്ത് പോകുന്ന ഒരു ഹോസ്പിറ്റൽ ആണെന്ന് പറയാനൊരു ഇടവരരുത്. അങ്ങനെയാണെങ്കിൽ അയ്യോ ഇത്രയും ആളുകളെ ഇത്രയും പേഷ്യൻസിനെ ഒരുമിച്ച് കൊണ്ടുവന്ന വാട്ട് വിൽ ബി ഡു എന്ന് പറഞ്ഞ് കൈ കെട്ടി നോക്കിയിരുന്നാലൊന്നും കാര്യം നടക്കില്ല. അത് ആ ഒരു ആശുപത്രിയുടെ പരാജയമായിരിക്കും എന്നറിയാം. അത് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നതാണെങ്കിൽ എപ്പോഴും അലർട്ട് ആയിട്ടിരിക്കണം. സോ ഷുഡ് ബി പ്രിപ്പയർഡ് എന്നാ പറഞ്ഞേക്കുന്നത്. അതിന് സർട്ടൻ പ്രൊഫഷണൽ ക്വാളിറ്റീസ്, അതായത് അതിനു വേണ്ടിയിട്ട് ഇതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുമ്പോൾ അവിടെയുള്ള ജോലിക്കാരുടെ ഇടയിലല്ല, സ്റ്റാഫിന്റെ ഇടയിൽ അവരുടെ പ്രൊഫഷണൽസ് തന്നെ they have to develop some local health care and also medical care personnel, especially the ability to estimate the requirements and resources, which is the essential means to avoid such confusions and bewilderment when the disaster is sounded. അതായത് ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് അല്ലെ, അതായത് ആശയക്കുഴപ്പങ്ങൾ തന്നെയാണ് bewilderment എന്ന് പറയുന്നത് അനദർ വേർഡ്. ആ കൺഫ്യൂഷൻസ്, അവരുടെ ആശയക്കുഴപ്പങ്ങള് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും ഒരു പ്രൊഫഷണൽ ടീം, ഹോസ്പിറ്റൽസിൽ ഒരു പ്രൊഫഷണൽ ടീമിനെ ഒരുക്കി വെച്ചേക്കണം. അത് ലോക്കൽ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, അതുപോലെ മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു കൂട്ടം പേഴ്സണൽസിന്. എന്താ പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തൊഴിൽ വിഭാഗമാണ്. ഈ പേഴ്സണലിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചുള്ള PERSONNEL ആണ് തൊഴിൽ വിഭാഗം. അങ്ങനെ ഒരു സ്റ്റാഫിനെ എപ്പോഴും അലർട്ടായിട്ട് ഒരുക്കി വെച്ചേക്കണം. ആ ഒരു ടീം പോലെ അവിടെ ഉണ്ടാക്കി വെച്ചേക്കണം. കാരണം അങ്ങനെ വരുമ്പോ ആ ഒരു ടീം ഇത്തരം പെട്ടെന്നുണ്ടാകുന്ന എമർജൻസി സിറ്റുവേഷൻസിൽ, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല പറയുന്നത്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം 24 hours വർക്കിംഗ് ആണ്. അത് ഏത് പേഷ്യൻസിന് ഏത് എന്താ പറയാ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഹാർട്ട് അറ്റാക്ക്, പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇത് കൊണ്ടുവരുന്ന പേഷ്യൻസ് അല്ലെ. അപ്പൊ അത്തരം ആളുകളെ കൊണ്ടുവരും. അത് കൂടാതെ ഇത്തരം ഡിസാസ്റ്റേഴ്സ് വരുമ്പോഴും കാഷ്വാലിറ്റിയിലേക്ക് ആദ്യം കൊണ്ടുവരാം. പക്ഷെ അന്നേരം നമ്മുടെ ഈ കാഷ്വാലിറ്റിയിലെ ടീം മാത്രം പോരാണ്ട് വരും. ഇതൊക്കെ ഇത്രയും ആളുകൾ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ഈ കാഷ്വാലിറ്റിയിലോ 1, 2, 3 ജോലിക്കാർ മാത്രം മതിയാവോ? പറ്റില്ല. സോ അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ ടീം എപ്പോഴും ഹോസ്പിറ്റൽസിൽ ഡെവലപ്പ് ചെയ്തിരിക്കണം ടു മെയിൻറ്റെയിൻ ദിസ് എമർജൻസീസ്. ഇത്തരം എമർജൻസീസ് ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ ആളുകളിൽ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാകും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു ടീം എപ്പോഴും കാര്യമെന്ന് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണോ ആ പാരഗ്രാഫ്? ആ ഒരു ടീം ആരൊക്കെ വരും എന്നുള്ളത് തൊട്ടടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്. മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, CMO എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഡിപ്ലോമയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? CMO, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. റെസിഡന്റ് ഫിസിഷ്യൻ ആണ്. റെസിഡന്റ് ഫിസിഷ്യൻ അതുപോലെ തന്നെ, അതായത് നമ്മൾക്കൊരു BDS ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ സർജൻ ഒക്കെ ചെയ്യുന്ന ആളാണ്. അവിടെ ഇതിന്റെ ഹൗസ് സർജൻസി ഒക്കെ ചെയ്യുന്ന ആള് കേട്ടോ.
അത്തരം ഡോക്ടേഴ്സ്, സർജൻ ആൻഡ് സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ്. എന്താ ഈ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റിന്റെ ഒക്കെ സ്വിച്ച് ബോർഡ് ആണ് അല്ല, ടെലികോളേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് ആണ്, അതായത് ടെലിഫോണിന്റെ എല്ലാ കാര്യവും ചെയ്യുന്നത്. ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആരെങ്കിലും അറിയിക്കണം, മറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആളുകളെ കണക്ട് ചെയ്ത് വിളിക്കണം. ഇങ്ങനെ ഡിസാസ്റ്റർ ചിലപ്പോൾ എല്ലാവരും അവരവരുടെ ജോലിയിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഒരു ദുരന്തമുണ്ടായി ഒത്തിരി പേഷ്യൻസിനെയൊക്കെ അല്ലെങ്കിൽ ഒത്തിരി ഇൻജേർഡ് വുണ്ടഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ അത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ അവർക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് അറിഞ്ഞൊന്നും വരില്ല. അപ്പൊ അവിടേക്കൊക്കെ പെട്ടെന്ന് അറിയിക്കണം. അപ്പൊ ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ അവിടെ ആവശ്യമുണ്ട് കേട്ടോ. അതാണ് ആ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അവര് അപ്പൊ ഹോസ്പിറ്റലിൽ ആ സമയത്ത് ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത്, അങ്ങനെ ഒരു അലേർട്ട് വരുന്ന സമയത്ത്, അങ്ങനെ ഒരു എന്തെങ്കിലും ഇൻഫർമേഷൻ അവർ പാസ് ചെയ്യും ഹോസ്പിറ്റൽസിൽ. പെട്ടെന്ന് ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു സിഗ്നലൊക്കെ എന്തെങ്കിലും സൗണ്ട് ആയിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ പുറപ്പെടുവിക്കും. കാരണം ഒത്തിരി ആളുകൾ അന്നേരം പ്രൊഫഷണൽസിന് ആ ഒരു വിഭാഗത്തിൽ ആവശ്യം വരും. അതുകൊണ്ട് അവരെല്ലാവരും എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ആളുകളെയൊക്കെ, ആ ഒരു പേഴ്സണൽസിനെയൊക്കെ ഷുഡ് ബി ഇൻഫോംഡ്. അവരെയൊക്കെ പെട്ടെന്ന് തന്നെ അത് അറിയിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഇവര് ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സച്ച് ആസ് ഓപ്പറേഷൻ തിയേറ്റർ, ബ്ലഡ് ബാങ്ക്, ലബോറട്ടറി, റേഡിയോളജി, മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ് സർവീസ്, മാട്രൺ ഓർ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. മാട്രൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ സീനിയർ നേഴ്സ് ആണ്, ഹെഡ് നേഴ്സ് എന്നൊക്കെ പറയാം, അവരാണ്. അപ്പൊ ആ നേഴ്സ് ഇങ്ങനെയുള്ള ആളുകളെ, അതുപോലെ തന്നെ മാട്രൺസ് മറ്റ് വാർഡുകളിലേക്കും എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണം. അവരുടെ കീഴിലുള്ള മറ്റ് സ്റ്റാഫുകളിലേക്ക്, മാട്രണിന്റെ കീഴിൽ ഒരുപാട് നഴ്സുമാരൊക്കെ ഉണ്ടായിരിക്കും, അവർക്ക്. അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് എവിടെ നിന്നൊക്കെയാണോ ആളുകളെ, എവിടെ നിന്നൊക്കെ നമുക്ക് ഇത്തരം കാഷ്വാലിറ്റി എമർജൻസി സർവീസസിൽ ആവശ്യമുണ്ട്, അവിടേക്കൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടീം, ആ ടീമിനകത്ത് ഇവരൊക്കെ പെടുന്ന പറയുന്നത്. അപ്പൊ ഇവര് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, റെസിഡന്റ് ഫിസിഷ്യൻ ഓർ സർജൻ, പിന്നെ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ് who were present at the time of alert of ഡിസാസ്റ്ററിന്റെ അലേർട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇവരെല്ലാവരും ഹോസ്പിറ്റലിൽ പ്രസന്റ് ആണെങ്കിൽ ഇവർ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്കും അതുപോലെ തന്നെ മറ്റ് ബ്ലഡ് ബാങ്ക്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പെട്ടെന്ന് തന്നെ അറിയിക്കുക. മാട്രൺ അറിയിക്കുക. മാട്രൺ അവരുടെ വാർഡുകളിലേക്ക്, അവരുടെ നഴ്സസ് ഒക്കെ പല വാർഡിലേക്ക് ഹെഡ് നേഴ്സ് ആണല്ലോ. അപ്പൊ ആ നഴ്സിന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ നഴ്സസിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യേണ്ടത് മാട്രൺ ആണ്. അപ്പൊ ഹെഡ് നേഴ്സ് ഹാവ് ടു ബി ഇൻഫോംഡ്. അവര് എന്ത് ചെയ്യണം, നഴ്സസിലേക്ക് ഇൻഫോം ചെയ്യണം. എന്നാലാണ് ഈ എമർജൻസിയിലേക്ക്, കാഷ്വാലിറ്റിയിലേക്ക് ആ നഴ്സസിനൊക്കെ കൂടി എത്താൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരെയും അറിയിക്കുക എന്നുള്ള കാര്യത്തെ ഈ പറയുന്ന ടീമാണ് ചെയ്യേണ്ടത് ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ. the maximum number of staff in one department, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എത്രത്തോളം മാക്സിമം ആളുകളുണ്ടോ, സ്റ്റാഫ് ഉണ്ടോ, അവരെല്ലാവരും തന്നെ ഷുഡ് റീച്ച് അറ്റ് ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ആ ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത ആ ഒരു പരിസരത്ത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു പരിസരത്ത് എവിടെയാണോ പേഷ്യൻസിന് അധികം കൊണ്ടുവരുന്നത് അവിടേക്ക് എത്തണം. എപ്പോ എത്തണം? നാളെ എത്തിയാൽ മതിയോ? അരമണിക്കൂർ കഴിഞ്ഞാണോ? അല്ല, വിതിൻ 15 to 20 minutes, 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഓഫ് ദ കോൾ. അവർക്ക് ആ ഒരു അറിയിപ്പ് അവരെ കോൾ ചെയ്തതിന് ശേഷം 15-20 മിനിറ്റിനുള്ളിൽ അവരവിടെ പ്രസന്റ് ആയിരിക്കണം എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ എടുക്കേണ്ട കരുതല്. ഏത് കരുതല്? നമ്മുടെ ഹോസ്പിറ്റൽസും ആ ഹോസ്പിറ്റൽസിലെ പ്രൊഫഷണൽസും ഇത്തരം ഡിസാസ്റ്ററിന് വേണ്ടി എടുക്കേണ്ട കരുതലാണ് ആ ഒരൊറ്റ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് ഹോസ്പിറ്റൽസ് വരുന്നത്, അവര് ആരെയൊക്കെ അറിയിക്കണം എന്നുള്ളതും അത് എത്ര സമയത്തിനുള്ളിൽ അവരവിടെ എത്തണം എന്നുള്ളതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, യെസ്, അടുത്തൊരു കുഞ്ഞു പാരഗ്രാഫ് കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം.
ഇനി ഈ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത് ഈ മെമ്പർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്, അതായത് മെഡിക്കൽ സ്റ്റാഫുകളുടെ ഒരു മെമ്പർ ആയിരിക്കുമല്ലോ, അതായത് നോമിനേറ്റഡ് ബൈ മറ്റ് എന്താ പറയാ അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളെല്ലാം നോമിനേറ്റഡ് ചെയ്ത മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്ന ആള് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ പ്രയോറിറ്റി ഓഫ് treatment to be given to the such injured or wounded persons. ഇങ്ങനെ കൊണ്ടുവരുന്ന ഇൻജുവേർഡ് ആയിട്ടുള്ള wounded ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരുമ്പോ ഇവർക്ക് ആർക്കാണ് ആദ്യം പ്രയോറിറ്റി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലെ പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം, ആർക്കാണ് മുൻഗണന എന്നുള്ളത് നിശ്ചയിക്കുന്നത് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ആരെയൊക്കെയാണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത്, ആർക്കാണ് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആയിരിക്കും. ആ ആൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം ഉള്ളത്. ആൻഡ് അവിടെയാണ് നമ്മളുടെ ട്രയേജിന്റെ ഇമ്പോർട്ടൻസ് റിയലൈസ് ചെയ്യേണ്ടത്. ട്രയേജ് മീൻസ് നമുക്കറിയാലോ, നേരത്തെ പറഞ്ഞില്ലേ, പ്രിഫറൻസ് ടു ബി ഗിവൺ ഫോർ ദ ട്രീറ്റ്മെന്റ്. ആർക്ക് ട്രീറ്റ്മെന്റ് ആദ്യം കൊടുക്കണം എന്നുള്ള പ്രിഫറൻസ്, അതാണ് ആ പ്രിഫറൻസ് അനുസരിച്ച് ചികിത്സ കൊടുക്കുക. ദാറ്റ്സ് കോൾഡ് ട്രയേജ് അല്ലെ. ആ ട്രയേജിന്റെ ആവശ്യകത നമ്മൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. സോ ദ നഴ്സിംഗ് സൂപ്രണ്ട് വുഡ് ബി റെസ്പോൺസിബിൾ ഫോർ അലോക്കേറ്റിംഗ് സച്ച് നഴ്സിംഗ് for nursing and also paramedical staff. ഇങ്ങനെ ആ ശുശ്രൂഷ വേണ്ടത് ആർക്കൊക്കെയാണോ അതനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് ആ ജോലി അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. നഴ്സുമാർക്കും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫ് ആരൊക്കെയാണോ അവർക്കൊക്കെ അങ്ങനെ തിരിച്ചു കൊടുക്കും. ഓക്കെ, അല്ലാതെ ഇതെല്ലാവരും ഓരോരുത്തരും ലൈൻ നിർത്തി ഡോക്ടറെ കൺസൾട്ട് ചെയ്തൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഒരുപാട് ആളുകൾ ഏരിയ കൊണ്ടുവന്നിരിക്കുക അല്ലെ. അപ്പൊ ഓരോരുത്തരെ പരിശോധിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് അടുത്ത ആളെ വിളിച്ചു അവിടെ ചികിത്സ വിളിക്കുന്ന പോലെ പറ്റില്ല. അപ്പൊ ഓരോരുത്തരും വേഗം ഈ പറയുന്ന നഴ്സിംഗ് സൂപ്രണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു നോക്കുന്നു, ആർക്കാണ് ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് അതനുസരിച്ച് അവർക്ക് വേണ്ട കെയറിങ് കൊടുക്കാനായിട്ട് നഴ്സസിനെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ നഴ്സസിനെയും ഒക്കെ അതിന് വേണ്ടിയിട്ട് ഒരുക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അത് ചെയ്യുന്നത് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ് എന്നുള്ള കാര്യമാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? നോക്കുക, വായിച്ചു നോക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇവിടെ വരെ? ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചാൽ മതി. കാരണം ഇത് വലിയ കാര്യമൊന്നും അല്ല, നമുക്ക് കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പഠിക്കാൻ അല്ലെ. അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം എടുക്കാം. അവിടെ വരെ നന്നായിട്ട് വായിച്ച് മോർണിംഗ് ഒരു പ്രാവശ്യം ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാന്നുണ്ട്, അത് വായിക്കേണ്ടതല്ല. വായിച്ചു ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി തുടങ്ങി വായിച്ചോ. വായിക്കുന്നതോറും നമുക്ക് എന്താ പറയാ അറിവ് കൂടുതൽ കിട്ടും. ഒരിക്കലും അമിതമായി പോകാത്ത ഒന്ന് ഉണ്ടെങ്കിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അറിവ് ഒരിക്കലും അമിതമായി പോകില്ല. ബാക്കി നമ്മൾ എന്ത് കാര്യവും കൂടുതൽ ഉപയോഗിച്ചാൽ അത് അമിതമായി പോകും അല്ലെ. ഫുഡൊക്കെ ഒരു പരിധി വരെയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും. അപ്പൊ അതുപോലെയല്ല, പക്ഷെ വായിക്കുന്നതോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ബൈ. താങ്ക് യു. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു.